ഓക്കെ. ഹലോ ഗൈസ്. ഹലോ. ഓക്കെ, നമ്മൾ രണ്ടുപേരും IT ഫേമിൽ വർക്ക് ചെയ്യുന്ന ഡെവലപ്പേഴ്സാണ് കേട്ടോ. മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പറാണ് ഞാൻ. അതിക്കോ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറാണ്. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് ഇപ്പോൾ ജോബ് ഹണ്ടിലുണ്ട്, IT റിലേറ്റഡ് ജോബ്. സോ നമ്മുടെ എക്സ്പീരിയൻസും ഇപ്പോൾ ഏതൊക്കെ കോഴ്സ് പഠിച്ചാൽ കൂടുതൽ എന്താ പറയുക ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതാണ് നമ്മൾ പറയുന്നത്. എല്ലാ കോഴ്സ് പഠിച്ചാലും നമുക്ക് കിട്ടും, പക്ഷേ എന്താ പറയുക ബെറ്റർ ആയിട്ട് നല്ല പാക്കേജ് കിട്ടുന്ന അങ്ങനത്തെ പാക്കേജിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ഇപ്പോൾ നമ്മൾ എന്താ പറയുക റിക്വസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന, അതായത് ഏത് കോഴ്സ് പഠിച്ചാൽ എന്തായാലും ജോബ് സാധ്യത ഉറപ്പാണ് നമുക്ക് പറയാൻ പറ്റുന്ന 1-2 കോഴ്സ് പറയാമോ? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലേ? അതെ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 2 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഒന്ന് മൊബൈൽ, പിന്നൊന്ന് വെബ്. അപ്പോൾ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൽ ആൻഡ്രോയിഡ് ഉണ്ട്, iOS ഉണ്ട്. ഈ 2 സാധനങ്ങൾ ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൽ തന്നെ ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതുണ്ട്, അതുപോലെ നേറ്റീവായിട്ട് ചെയ്യുന്നതുണ്ട്. ഫ്രെയിം വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് രണ്ടും അല്ലാതെ വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ നമ്മൾ കോഡ് എഴുതും, എന്നിട്ട് ഈ ആൻഡ്രോയിഡിലും iOSലും നമുക്ക് റൺ ആവുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ലാതെ നേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ അതത് ലാംഗ്വേജിൽ തന്നെ എഴുതിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡിൽ എഴുതിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യും. അത് iOSൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. iOSന് വേണ്ടിയിട്ട് iOSന് തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യും. അത് നമുക്ക് ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ കമ്പനീസ് ഇത് രണ്ടും നോക്കി ഹയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില കമ്പനികളാണെങ്കിൽ, അതായത് അത്യാവശ്യം വലിയൊരു ഫേമാണെങ്കിൽ അവർ 2 ഡെവലപ്പേഴ്സിനെ ഹയർ ചെയ്യും. ആൻഡ്രോയിഡും ഹയർ ചെയ്യും, iOSും ഹയർ ചെയ്യും. നേറ്റീവ്, കാരണം ആൻഡ്രോയിഡിലും iOSലും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫോമൻസിൽ കുറച്ചുകൂടെ ബെറ്ററാണ് അത്. പക്ഷേ കോസ്റ്റ് എന്ന രീതിയിൽ കുറച്ചുകൂടെ വലുതാണ്. അപ്പോൾ ബാക്കിയുള്ള ഈ ഫ്രെയിം വർക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നത് കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ ലെവല് കുറച്ചുകൂടെ കുറഞ്ഞിട്ടുള്ള ഫേംസ് ആയിരിക്കും. അത് ലെവല് കുറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻസിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഒരു പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ആൻഡ്രോയിഡും iOSും കിട്ടുവാണെങ്കിൽ ക്ലയൻസിന് അതാണ് ലാഭം. അപ്പോൾ ക്ലയൻസ് പെർഫോമൻസും കാര്യങ്ങളിലൊന്നും ഇതില്ല, അവർക്ക് അതിൻ്റെ അത് ഡെവലപ്പ് ചെയ്യാനുള്ള കോസ്റ്റിലാണ് കുറച്ചുകൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലോ കോസ്റ്റിൽ ചെയ്യാനാണെങ്കിൽ അങ്ങനെയുള്ള ക്ലയൻസ് ഒക്കെ വരുന്നത് കുറച്ചുകൂടെ ലോ ആയിട്ടുള്ള ഫേമിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഫേംസ് ഈ റിയാക്ട് നേറ്റീവ്, അതുപോലെ ഫ്ലട്ടർ, ഇതൊക്കെ ഫ്രെയിം വർക്കാണ്. അപ്പോൾ ഇതിൽ ആയിരിക്കും അവർ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ആപ്ലിക്കേഷൻസ്. അപ്പോൾ നിങ്ങൾ ഏതിലേക്കാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം വലിയ ഫേമിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ നേറ്റീവായിട്ടുള്ള ആൻഡ്രോയിഡ് പഠിക്കുക, അതുപോലെ iOS ആണെങ്കിൽ iOSൻ്റെ അത് പഠിക്കുക, സ്വിഫ്റ്റ് ലാംഗ്വേജ് പഠിക്കുക. അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 പഠിക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ലത്. അത് നിങ്ങൾ ഒരാളെ ഹയർ ചെയ്താൽ മതി, നിങ്ങളെ കൊണ്ട് ആൻഡ്രോയിഡ് ഉണ്ടാക്കിക്കുക, iOS ഉണ്ടാക്കുക. ഇനി അല്ല 2 പഠിക്കാൻ പറ്റുന്നില്ല, ഒന്നാണെങ്കിൽ ഇപ്പോൾ ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡ് പഠിച്ചു കഴിഞ്ഞാൽ അത് ഹയർ ചെയ്യുന്ന ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദി കമ്പനീസും ഹയർ ചെയ്യുന്നത് ഈ ഹൈബ്രിഡ് ആയിട്ടുള്ള ടെക്നോളജീസ്, ഫ്ലട്ടർ, റിയാക്ട് നേറ്റീവ് പോലെയുള്ള ടെക്നോളജീസ്. അതിൽ ഇപ്പോഴത്തെ നിലയിൽ പറയുകയാണെങ്കിൽ ഫ്ലട്ടറാണ് കുറച്ചുകൂടെ ആൾക്കാർ ഹയർ ചെയ്യുന്നത് കൂടുതൽ. കാരണം റിയാക്ട് നേറ്റീവ് ഒരു കുറച്ച് ടൈം മുന്നേ റിയാക്ട് നേറ്റീവിനായിരുന്നു ഹയറിങ് കൂടുതൽ. എല്ലാവരും റിയാക്ട് നേറ്റീവിലായിരുന്നു ഹൈബ്രിഡ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കുക, അതായത് ആൻഡ്രോയിഡും iOSും ഉണ്ടാക്കുന്നത് റിയാക്ട് നേറ്റീവ് എന്ന ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടായിരുന്നു. റിയാക്ട് നേറ്റീവ് ലാംഗ്വേജ് അല്ല, ഒരു ഫ്രെയിം വർക്കാണ്. അതിൽ നമ്മൾ ജാവാ സ്ക്രിപ്റ്റോ ടൈപ്പ് സ്ക്രിപ്റ്റോ യൂസ് ചെയ്തിട്ട് നമ്മൾ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ട് നേറ്റീവ് കുറച്ചുകൂടെ ഔട്ടായി. അതായത് റിയാക്ട് നേറ്റീവ്സിൽ ഹയറിങ് കുറഞ്ഞു. കുറച്ചുകൂടെ ആൾക്കാർ പിന്നെയും പ്രിഫർ ചെയ്യുന്നത് ഫ്ലട്ടറിലാണ്. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഫ്ലട്ടറിൽ ഡെവലപ്പ് ചെയ്താൽ നമുക്ക് ആൻഡ്രോയിഡും iOSും മാത്രമല്ല വിൻഡോസ്, macOS, അതുപോലെ വെബ്, ഇതിലേക്കെല്ലാം നമുക്ക് ആ ഒരു പ്രൊജക്റ്റ് കൊണ്ട് നമുക്ക് ഇതിലേക്കെല്ലാം നമുക്ക് സെയിം ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഒരു കോഡ് ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോം. പക്ഷേ റിയാക്ട് നേറ്റീവിൽ അങ്ങനെയല്ല. റിയാക്ട് നേറ്റീവിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. വെബിനാണെങ്കിൽ പറ്റത്തില്ല, അതിന് വേറെ കാര്യങ്ങളൊക്കെ കുറേ ചെയ്യാനുണ്ട്. കുറച്ചുകൂടെ കോംപ്ലക്സിറ്റി കുറച്ചുകൂടെ കൂടുതലാണ് റിയാക്ട് നേറ്റീവ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള ഫേംസും കാര്യങ്ങളൊക്കെ ഫ്ലട്ടറാണ് ചൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഇതാണ് മൊബൈലിൻ്റെ കേസ്. അപ്പോൾ മൊബൈലിൻ്റെ കേസിൽ നിങ്ങൾ ഫ്ലട്ടർ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ചാൻസ് കൂടുതലായിരിക്കും. കൂടുതൽ ഫേംസും ഫ്ലട്ടർ ഡെവലപ്പേഴ്സിനാണ് ഹയർ ചെയ്യുന്നത്. നല്ല പാക്കേജും കിട്ടുന്നുണ്ട്. പക്ഷേ വേറൊരു ഇതിൻ്റെ ഡിമെറിറ്റ്സ് ഫ്ലട്ടർ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഫ്ലട്ടർ ഡെവലപ്പേഴ്സ് ഇപ്പോൾ ഇഷ്ടം പോലെയുണ്ട് ഫ്ലട്ടർ ഡെവലപ്പേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സാലറിയൊക്കെ റിയാക്ട് നേറ്റീവിൻ്റെ അത്രയും സാലറി കിട്ടണമെന്നില്ല. റിയാക്ട് നേറ്റീവ് ഡെവലപ്പേഴ്സ് കുറവാണ് ഇപ്പോൾ. അപ്പോൾ പക്ഷേ അവർക്ക് സാലറി കുറച്ചുകൂടി കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ ഡിമാൻഡ് കുറയുന്നതിനനുസരിച്ചിട്ട് ഡെവലപ്പേഴ്സിനെ നമ്മൾ ഹയർ ചെയ്യുന്നതും ആ ഒരു ആൾക്കാർ കുറയും. ആ ഒരു ഇതിൽ റിയാക്ട് നേറ്റീവിൽ ഇപ്പോൾ ഡെവലപ്പേഴ്സ് ഉണ്ടാവണമെന്നില്ല, അത്രയും ഉണ്ടാവണമെന്നില്ല ഫ്ലട്ടറിനകത്ത്. അപ്പോൾ ആൾക്കാർ കുറയുന്ന സമയത്ത് അവർ സാലറി പാക്കേജ് കൂട്ടിത്തരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആ ടൈമിൽ എന്താവും, ഈ ചാൻസസ്, അതായത് നമുക്ക് നമ്മളെ ഹയർ ചെയ്യാനുള്ള ചാൻസസ് കുറയും റിയാക്ട് നേറ്റീവ് ആണെങ്കിൽ. ഫ്ലട്ടർ ആണെങ്കിൽ സാലറി കുറവാണെങ്കിൽ പോലും നമ്മൾ ഹയർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ആപ്ലിക്കേഷനിൽ റിയാക്ട് നേറ്റീവ് ആണോ ഫ്ലട്ടർ ആണോ ബെറ്റർ എന്ന്. ഞാനൊരു റിയാക്ട് നേറ്റീവ് ഡെവലപ്പറാണ്. സോ റിയാക്ട് നേറ്റീവിനാണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തോന്നിയിരിക്കുന്നത്. കാരണം ജാവാസ്ക്രിപ്റ്റ് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞാനൊരു നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ്. സോ എനിക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ജാവാസ്ക്രിപ്റ്റ് ആയത് കാരണം. സോ പക്ഷേ നമ്മുടെ ഡിസൈൻ അല്ലെങ്കിൽ UI കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഫ്ലട്ടർ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഫ്ലട്ടറിൽ എക്സ്പീരിയൻസ് ഇല്ല. അതിനെപ്പറ്റി കൂടെ ഒന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ കോംപ്ലക്സിറ്റി ഏതാണ് കൂടുതൽ, റിയാക്ട് നേറ്റീവ് ആണോ ഫ്ലട്ടർ ആണോ? ഏതാണ് പഠിക്കാൻ ഈസി, അല്ലെങ്കിൽ കോംപ്ലക്സിറ്റി കൂടുതൽ, ബെറ്റർ ഏതാണ്? എൻ്റെ കേസിൽ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ റിയാക്ട് നേറ്റീവും ചെയ്യാറുണ്ട്, ഫ്ലട്ടറും ചെയ്യാറുണ്ട്. ഞാൻ റിയാക്ട് നേറ്റീവ് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ ഫ്ലട്ടറിലേക്ക് വന്നതാണ്. അപ്പോൾ രണ്ടിലും എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് രണ്ടും കോംപ്ലക്സിറ്റി ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ചിലപ്പോൾ ഒരു നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ അവർക്ക് എന്താണ് കോംപ്ലക്സ് ആയിട്ട് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. ഏത് ഫ്ലട്ടർ. അതിപ്പോൾ പറഞ്ഞതുപോലെ എന്താണ് റിയാക്ട് നേറ്റീവ് ജാവാസ്ക്രിപ്റ്റിൽ റൺ ചെയ്യുന്ന അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൽ കോഡ് എഴുതുന്ന ഒരു ഫ്രെയിം വർക്കാണ്. ജാവാസ്ക്രിപ്റ്റ് എപ്പോഴും സിമ്പിളാണ്, ഒരാൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജാണ് ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ നോൺ IT ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വരുന്നവർക്ക് ജാവാസ്ക്രിപ്റ്റ് ആയിരിക്കും കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നുക. ഫ്ലട്ടറിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഫ്ലട്ടർ ഡാർട്ട് എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് വരുന്നത്. എല്ലാം ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് തന്നെയാണ്, എല്ലാത്തിൻ്റെയും സ്വഭാവം ഒന്ന് തന്നെയാണ്. പക്ഷെ അത് എഴുതുന്നത് സിൻടാക്സും കാര്യങ്ങളും എഴുതുന്നത് കോഡ് എഴുതുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിൽ കമ്മ്യൂണിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ടാവും. നമുക്ക് ഇൻ്റർനെറ്റിലേക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോഡൊക്കെ ഇഷ്ടം പോലെ പെട്ടെന്ന് കിട്ടും. പക്ഷെ ഇപ്പോൾ അതിൻ്റെ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ ഫ്ലട്ടർ ആണെങ്കിലും ഇഷ്ടംപോലെ കമ്മ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്ലട്ടറിനും നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് കോഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് സെർച്ച് ചെയ്ത് എന്താ വേണ്ടത് വെച്ചാൽ എല്ലാം കിട്ടും. ഇപ്പോൾ പിന്നെ ChatGPT ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ കോംപ്ലക്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ റിയാക്ട് നേറ്റീവ് തന്നെയാണ് കുറച്ചുകൂടെ ഈസി. നിങ്ങൾക്ക് UI ചെയ്യാനാണെങ്കിലും കോഡ് എഴുതാനാണെങ്കിലും റിയാക്ട് നേറ്റീവ് ആണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് വരിക. ഫ്ലട്ടർ കുറച്ചുകൂടെ ഒരു എന്താ കോംപ്ലക്സ് കൂടി സാധനമാണ്. പക്ഷേ എന്താ ഫ്ലട്ടറിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡിലേക്കും iOS-ലേക്കും വിൻഡോസിലേക്കും ലിനക്സിലേക്കും വെബിലേക്കും എല്ലാത്തിലും എന്ത് ചെയ്യാം, ബിൽഡ് എടുക്കാം. ഈ പ്ലാറ്റ്ഫോമിലേക്ക് റൺ ചെയ്യാൻ ഒരു പ്രൊജക്റ്റ് ഒരു കോഡ് മതി. ഓക്കെ, ഞാനിപ്പോൾ റിയാക്ട് നേറ്റീവ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഫ്ലട്ടർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സോ നമ്മൾ സെറ്റപ്പിംഗ് ഒക്കെ സമയം ഉണ്ടാവില്ല. അത് നമുക്ക് റിയാക്ട് നേറ്റീവിൽ കുറച്ചധികം കൂടുതലാണ്. നോട്ട്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നോട്ട് മൊഡ്യൂൾസ് സെറ്റിംഗ് അപ്പ് അങ്ങനെ ഒരുപാട് ടൈം ഇതിൻ്റെ സെറ്റിംഗ് അപ്പിനും അങ്ങനെ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. പക്ഷേ ഫ്ലട്ടർ വൈസ് നോക്കുമ്പോൾ അത്ര ടൈമില്ല. നമുക്ക് പ്രൊജക്റ്റ് സെറ്റപ്പിങ്ങിനൊക്കെ സമയം കുറവാണ്. പക്ഷേ കോംപ്ലക്സിറ്റി പറഞ്ഞ പോലെ കൂടുതലാണ്. സോ നിങ്ങൾക്ക് ഫ്ലട്ടർ ഒരു റിയാക്ട് നേറ്റീവ് റിലേറ്റഡ് ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് താഴെ മെസ്സേജ് ചെയ്യാം. നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിനെപ്പറ്റി നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ക്വസ്റ്റ്യൻസും നമ്മളിനി സംസാരിക്കാൻ ഏതെങ്കിലും ടോപ്പിക് ഉണ്ട് അതും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പ്രോഗ്രാം റിലേറ്റഡ് അതിനെപ്പറ്റി സംസാരിക്കാം.